എൻ്റെ പേര് ബിന്ദു, വീട് മാടക്കത്ര. വീട്ടിൽ അച്ഛൻ, അമ്മ, മകനും, ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. ഞാൻ വില്ലുവട്ടം സർവീസ് സഹകരണ ബാങ്കിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യണം. ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാട് വരാറുണ്ട്. മോനെ പ്രസവിച്ച് 45-ാമത്തെ ദിവസം പിത്തസഞ്ചിയിൽ കല്ലായിട്ട് പിത്തസഞ്ചി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ലൈഫിൽ ഫസ്റ്റ് എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് നല്ല ക്ഷീണവും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ മാഡം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നൊരു പിടിയില്ല. അപ്പോഴാണ് ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നി, ഒരു തടിപ്പ് പോലെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മാഡത്തിനോട് പറഞ്ഞു. മാഡം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സർജനെ കാണണമെന്ന് പറഞ്ഞു. സാറിനെ കണ്ടു, പെട്ടെന്ന് തന്നെ സർജറി. അപ്പോൾ FNAC ഫൈൻ നീഡിൽ ടെസ്റ്റാണ് ഫസ്റ്റ് ചെയ്തത്. അതും അങ്ങനെ കുറച്ച് ടെസ്റ്റ്, എക്സ്റേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ കണ്ടു ഇതുണ്ട്, പ്രോബ്ലം ഉണ്ടെന്ന്. ബയോപ്സിയിൽ തന്നെ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. കാർസിനോമയുടെ സെൽസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തായാലും മേജർ സർജറി തന്നെ ചെയ്യണം. അതേ സാറ് പറയുള്ളൂ. കീമോ നല്ല ഹാർഡായിരുന്നു, നല്ല ഛർദി ഉണ്ടാവും, മുടിയൊക്കെ പോയി പരിവാളിച്ച് വയലറ്റ് കളറായിട്ടുള്ളൊരു രൂപം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും എനിക്ക് തോന്നാത്തൊരു പ്രശ്നം വന്നത് ഈ അസുഖം വന്നപ്പോഴാണ്. അവിടെയാണ് ഞാൻ ആകെ എക്സ്പൈപ്പ് ചെയ്ത്. അന്നെന്ന് പറഞ്ഞാൽ ഹോമിയോ നോക്കുന്നുണ്ട്, ആയുർവേദം കഴിക്കുന്നുണ്ട്, കയ്യിൽ എഡിമ വന്നു. ശ്രദ്ധിക്കാണ്ടിരുന്ന് റെസ്റ്റ് കൊടുക്കാണ്ടിരുന്നുകൊണ്ട് സർജറി ചെയ്ത ഭാഗത്ത് കയ്യിൽ എഡിമ വന്നു. എഡിമ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആയുർവേദത്തിലേക്ക് പോയി, ഹോമിയോയിലേക്ക് പോയി. അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. എവിടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാലും ഇൻറ്റേർണലും എക്സ്റ്റേണലും ടെൻഷൻ റിലീസിനുള്ള ഗുളികകളാണ് തരുന്നത്. അവസാനം ഞാൻ എൻ്റെ അസുഖം കൂടി എനിക്ക് വീണ്ടും സെക്കൻഡറി ആയോ എന്നുള്ള ഭയം പോലും വന്നു തുടങ്ങി. മേലാകെ വേദന, ജോയിൻറ്റ് പെയിൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. എൻ്റെ ശരീരത്തിന് ഇംഗ്ലീഷ് മരുന്നുകൾ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ അവരോട് ചെന്ന് പറയുന്നത് എൻ്റെ ടെൻഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ടെൻഷനിൽ നിന്ന് മോചനം ഒരു ഇംഗ്ലീഷ് മരുന്നുകൊണ്ടും നമുക്കില്ല, ഒരിക്കലും പറ്റില്ല. മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറെടുക്കണം, അതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെ ഈ കുറേ ഡോക്ടേഴ്സിനൊക്കെ കണ്ടു തോറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയാണ് സൊല്യൂഷൻ? റിലാക്സേഷൻ തെറാപ്പി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ചു നോക്കി. അതൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റുന്നില്ല, വർക്ക് ചെയ്യണില്ല. എനിക്കാണെങ്കിൽ കണ്ടിന്യൂസ്ലി ഇത് കിട്ടുകയും വേണം. അങ്ങനെ അവസ്ഥയിൽ ഞാൻ ആകെ നെട്ടോട്ടത്തിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പല സ്റ്റാഫുകളും ഇങ്ങനെ ഡോക്ടർ രഞ്ജിനി എന്ന് പറഞ്ഞിട്ടൊരു മാഡത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആ നമ്പർ കിട്ടിയിട്ട് പിന്നെ ഒട്ടും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. അന്ന് തന്നെ ഒരു ഉച്ച സമയത്താണ് എൻ്റെ ഓർമ്മയിൽ ഒരു 2 വർഷം മുമ്പ് മാഡത്തിനെ വിളിക്കണത്. അന്ന് തന്നെ ഞാൻ പോന്നു. ആ പറഞ്ഞ ദിവസം കറക്റ്റ് ആ ടൈം ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് എന്താ അങ്ങനെയൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെനിക്ക് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ആ ഹീലിങ്ങിന് വേണ്ടി കിടക്കാൻ നമുക്കൊന്നും അറിയില്ല. അപ്പം നമുക്കതറിയില്ലല്ലോ. കിടന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് ഹീലിങ്ങിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിട്ട് അവർ ചെയ്യണത് എന്താ വെച്ചാൽ അവർ നമ്മളെ ഫുൾ ബോഡി സ്കാനിങ് അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അന്ന് നമുക്കതൊന്നും അറിയില്ല. അന്ന് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് കാലിൻ്റെ അവിടെ നിന്നിട്ട് ഒരു തരിപ്പ് പോലെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഫീൽ ചെയ്തു. കണ്ണടച്ച് കിടക്കുമ്പോൾ ഒരു വലിയൊരു വെളിച്ചത്തിലേക്ക് ഞാൻ ഫാസ്റ്റായിട്ട് ടോപ്പിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റിലാക്സ് ആയിട്ട് വരികയാണ്. ശരീരം ഇല്ലാത്ത ഒരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പറയാനും ഇപ്പോൾ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. ദൈവത്തിനെ ഒരിക്കലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഓരോ വ്യക്തികളുടെ രൂപത്തിൽ ഓരോ ഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന ഓരോ നിമിഷത്തിലും ഞാൻ ദൈവത്തിനെ കണ്ടുകൊണ്ടിരിക്കണം, അനുഭവിച്ചുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കുക. അത്രയും അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കണം. എനിക്കിതുപോലെ ഒരു വയറുവേദന ഒരു ദിവസം വരികയാണ്. അപ്പോൾ വയറുവേദന വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മെൻ്റലി റിലാക്സേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ വയറുവേദന ഭീകരമായ രീതിയിൽ വന്നപ്പോൾ ഞാൻ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് മാഡത്തിനെ വിളിക്കുക. തീരെ ക്ഷീണം തോന്നുമ്പോൾ, വയ്യായ്മ തോന്നുമ്പോൾ ഞാൻ വിളിച്ച് പറയും, മാഡം എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് ഹീലിംഗ് വേണമെന്ന് പറഞ്ഞാൽ അത് ഏത് പാതിരയ്ക്ക് പുലർച്ചെ എപ്പോൾ വിളിച്ചാലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകും, എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ട്, എനിക്ക് തീരെ പറ്റുന്നില്ല, വല്ല വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കരയുമ്പോൾ പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, വീട്ടിലാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനൊരു യാത്രയിലാണ്. അപ്പോൾ ബിന്ദു ഒരു കാര്യം ചെയ്തോളൂ, സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കിടന്നോളൂ, ഞാൻ ഹീലിംഗ് കൊടുക്കാം, ഒന്ന് റിലാക്സ് ചെയ്യൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ കിടന്നു. ആ കിടന്നുള്ള എൻ്റെ ഉറക്കം അത് ഞാൻ ഒരു എത്ര സമയം കിടന്നുറങ്ങിയ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10-20 മിനിറ്റിലും കൂടുതൽ ഞാൻ കിടന്നിട്ടുണ്ടാവില്ല, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഉറക്കം ഞാൻ ഒരുപാട് മാസങ്ങളോളം കിടന്നുറങ്ങി എണീക്കുമ്പോൾ ഒരവസ്ഥ. അപ്പം എനിക്ക് അനുഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് തുടങ്ങി ഞാൻ സമർപ്പിച്ച് കിടക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറിലാണ് വേദന. അപ്പോൾ പൊക്കിളിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഞണ്ടിൻ്റെ കാലുകൾ അനങ്ങണ പോലെ അനങ്ങി പൊക്കിളിൻ്റെ അവിടെ പിടിച്ച് കെട്ടി നിർത്തിയ പോലെ ഒരു നിൽക്കണം.
അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഉണർന്ന് എനിക്ക് കഴിഞ്ഞ് ഇത് അനങ്ങുമോ വീണ്ടും വീണ്ടും വേദന വരുമോ അങ്ങനെ ഒരു അവസ്ഥയാണ്. എനിക്ക് പിന്നെ അനങ്ങാൻ ശ്വാസം വിടാൻ പേടി. അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് ഇല്ല. അവിടെ നിന്ന് എണീറ്റ് കുറേ കഴിഞ്ഞ് നടന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മയക്കൊക്കെ വിട്ട് എണീറ്റ് കുറേ കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലമില്ല, വെളിച്ചായി ഒരു പ്രശ്നമില്ല. ഈ നിമിഷം വരെ പിന്നെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്മുടെ സറൗണ്ടിങ്സിൽ പോലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഞാൻ അങ്ങനെ തന്നെ. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് എൻ്റെ മാഡത്തിൻ്റെ നമ്പർ. അതായിരിക്കും ഞാൻ കൊടുക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. കാരണം ഒരാളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു എനർജി കടന്നു വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോണ്ടാക്ട് അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഒരവസ്ഥയിലും. ഇത് ഞാൻ സാക്ഷി എന്ന് പറഞ്ഞാൽ ജീവിത സാക്ഷിയാണ് ഞാൻ പറയണത്. മറ്റുള്ളവർക്ക് എഫക്റ്റ് ചെയ്യുക എങ്ങനെയാണ് അത് അവരെ അക്സെപ്റ്റ് ചെയ്യണ പോലെ ഇരിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാനും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കടമകൾ കൃത്യമായി നമുക്ക് ചെയ്ത് തീർക്കാൻ നമ്മളെ മുന്നോട്ട് നയിക്കാനും ഒരു ശക്തി, ഒരു പോസിറ്റീവ് എനർജി, അത് നമുക്ക് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകണം ഒരു അറ്റ്മോസ്ഫിയർ. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കണുള്ളൂ. അതെനിക്ക് കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.